ഇപ്പോൾ വി രാജേഷ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്, അതിലേക്ക്. കോർപ്പറേഷനുമായി കൂടിയാലോചിച്ച് വേണം റൂട്ട് നിശ്ചയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ബസ് ഓടുന്നതിൽ റൂട്ട് നിശ്ചയിക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള ചർച്ചയോ ഒരു തരത്തിലുള്ള ഇടപെടലോ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നടത്തില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാൻ വന്നതിന് ശേഷം ആ മീറ്റിംഗ് വിളിക്കാൻ സാധിച്ചില്ല, ഒരാഴ്ചയായിട്ടുണ്ട്. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയുന്നത് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നതിനെ കുറിച്ചാണ്. 17ാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട്, മൊഡാലിറ്റി ഫോർ പോസിബിൾ റവന്യൂ ഷെയറിംഗ് ഓൺ അക്കൗണ്ട് ഓഫ് ദ ഇൻകം ഒക്കേഡ് ത്രൂ ദ ഓപ്പറേഷൻ ഓഫ് ദീസ് ബസസ് ഷാൽ ബി വർക്ക്ഡ് ഔട്ട് സെപ്പറേറ്റ്ലി ലേറ്റർ ബൈ എ ജോയിൻറ്റ് ടീം റെപ്രസെൻറ്റിംഗ് ഓൾ ദ 3 പാർട്ടീസ്. ഈ 3 കക്ഷികളിലും പ്രതിനിധീകരിക്കുന്ന സംഘം ഒരുമിച്ചിരുന്ന് ആലോചിച്ചിട്ട് റവന്യൂ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഇതിൽ വേറെ പല പ്രധാനപ്പെട്ട പറഞ്ഞിട്ടുണ്ട്. ഈ കരാറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ടാണ് ഈ KSRT ഈ ബസ്സുകൾ, ഈ ഇലക്ട്രിക് ബസ്സുകൾ ഇപ്പോൾ സർവീസ് നടത്തുന്നത്. ഞങ്ങൾ അത് മാത്രമേ ചൂണ്ടിക്കാണിച്ചുള്ളൂ. ഒരു ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്നൊരു പൊതുമേഖലാ സ്ഥാപനം, ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ, സ്മാർട്ട് സിറ്റി, LDF തന്നെ നേതൃത്വം കൊടുക്കുന്ന ഒരു കോർപ്പറേഷൻ, അവർ ചേർന്നുണ്ടാക്കിയ ഒരു കരാർ പാലിക്കണമെന്ന് മാത്രമാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് ലംഘിച്ചിരിക്കുന്നുവെന്ന് ഇപ്പോൾ സമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനി ഇത് ആവശ്യപ്പെടാനുള്ള ഉണ്ടായ കാരണം, ഞങ്ങളിത് ആവശ്യപ്പെടുവാനുണ്ടായ കാരണം ആരെയും അവഹേളിക്കുവാനോ പരിഹസിക്കുവാനോ ഒന്നുമല്ല. കാരണം തെരഞ്ഞെടുപ്പിന് ഇപ്പോൾ ഞാനും മത്സരിച്ച ആളാണ്. തിരഞ്ഞെടുപ്പ് മത്സരം കഴിഞ്ഞ് വിജയിച്ചു വന്ന കൗൺസിലർമാർ, അത് LDF കൗൺസിലർമാരുണ്ട്, UDF കൗൺസിലർമാരുണ്ട്, സ്വതന്ത്രരുണ്ട്, BJP കൗൺസിലർമാരുണ്ട്. അവരൊക്കെ പറഞ്ഞ ഒരു കാര്യം, ഞാനിപ്പോൾ എൻ്റെ വാർഡിൽ മത്സരിച്ചപ്പോഴും പറഞ്ഞ ഒരു കാര്യം, നമ്മൾ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ചെല്ലുമ്പോഴൊക്കെ ആൾക്കാർ ആവശ്യപ്പെടുന്നതിൽ ഏറ്റവും കൂടുതൽ ഗ്രാമീണ വാർഡുകളിൽ നിന്ന് വരുന്ന ഒരു ആവശ്യം, ഞങ്ങൾക്ക് ഇട റോഡുകളിലേക്ക് ചെറിയ ബസ്സുണ്ടല്ലോ അതൊന്ന് വിട്ടുതരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മത്സരിച്ച കൊടുങ്ങാനൂർ വാർഡിലേക്ക് നിങ്ങൾ ചെന്ന് നോക്കിയാൽ അറിയാം, ആ പ്ലാവോട് ഭാഗത്തുനിന്ന് തിട്ടമംഗലം വഴി നമ്മുടെ കുണ്ടമൺ കടവ് ഭാഗത്ത് കയറുന്ന ഒരു റോഡുണ്ട്. ഏകദേശം ഒരു 5 കിലോമീറ്റർ വരെ, 4 കിലോമീറ്റർ 5 കിലോമീറ്റർ വരെയുള്ള റോഡാണ്, ഇട റോഡാണ്. ഇതിലൂടെ ബസ്സില്ല. ഇത് നമ്മൾ സിറ്റിയിലുള്ള ഒരു 30% വാർഡുകൾ മാത്രമേ എല്ലാ പ്രദേശവും സിറ്റി ആയിട്ടുള്ള വാർഡുകളുള്ളൂ. ബാക്കിയൊക്കെ തന്നെ പഞ്ചായത്തിൽ നിന്ന് കൂട്ടിച്ചേർത്താൽ തന്നെ ഗ്രാമീണ മേഖല, ഇപ്പോൾ ഞാണ്ടൂർക്കോണം എടുക്കട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ ചെല്ലമംഗലം എടുക്കട്ടെ, കൊടുങ്ങാനൂർ എടുക്കട്ടെ, തുരുത്തുമൂല എടുക്കട്ടെ, പുഞ്ചക്കരി ആയിക്കോട്ടെ, പൊങ്കുളം ആയിക്കോട്ടെ, പിന്നെ വെള്ളാറിൻ്റെ ചില പ്രദേശങ്ങളായിക്കോട്ടെ, ഇതൊക്കെ തനി ഗ്രാമീണ വാർഡുകളാണ്. അപ്പോൾ അവിടെയൊക്കെ തന്നെ ഇട റോഡുകൾ ധാരാളമുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ താമസിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ വാർഡിലെ അവസ്ഥ ഞാൻ പറയാം. അവിടുത്തെ ഒരു വലിയൊരു വിഭാഗം ആൾക്കാർ, 9500 വോട്ടർമാരുണ്ട്, പിന്നെ കുറച്ച് വോട്ടില്ലാത്തവരുണ്ട്. ഇവർ നല്ലൊരു വിഭാഗം ആൾക്കാരും ദൈനംദിന കൂലിപ്പണിക്കാരാണ്. അതായത് വീട്ടുജോലിക്ക് പോകുന്ന 6000 രൂപ 7000 രൂപയ്ക്ക് വീട്ടുജോലിക്ക് പോകുന്ന നിരവധി വീട്ടമ്മമാരുണ്ട്, എൻ്റെ വോട്ടർമാരുണ്ട്. ഞങ്ങളോട് പറഞ്ഞു, ഞാൻ സ്ഥാനാർത്ഥി എന്നുള്ള ചെന്നപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് 7 മണിക്ക് ജോലിക്ക് കയറണം. ഈ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ അവർ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. ആ കുഞ്ഞ് ഉണരുന്നതിന് മുമ്പേ എനിക്ക് അവിടെ എത്തണം. അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ കുണ്ടമൺ കടവ് വരെ നടക്കണം. പ്ലാവോടന്ന് കുണ്ടമൺ കടവ് വരെ നടക്കണമെങ്കിൽ അവർക്ക് ഒരു 40 മിനിറ്റ് വേണം. അപ്പോൾ ഞാൻ ഓട്ടോ പിടിച്ചോണെങ്കിൽ 150 രൂപ ആവും, രാവിലെ വൈകും. അപ്പോൾ ഒരു മാസം 8,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരു അമ്മ എങ്ങനെയാണ് 4000 രൂപ ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കുന്നത്? അവർക്ക് സാധിക്കില്ലല്ലോ. അപ്പോൾ അവർ പറയുന്നത്, ഞാൻ 40 മിനിറ്റ് അങ്ങോട്ട് നടക്കണം, 40 മിനിറ്റ് വൈകുന്നേരം കൊണ്ട്. നിങ്ങൾ ആ ചെറിയ ബസ് 1-2 ട്രിപ്പ് രാവിലെയും വൈകുന്നേരം വിട്ടിട്ട് എന്നെപ്പോലെ ആൾക്കാർക്ക് 10 രൂപയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങാം. ഇത് ഞങ്ങളോട് പറഞ്ഞതാണ്, ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ നിരവധി കൗൺസിലർമാർ വന്ന ഉടൻ തന്നെ, ഞാൻ മേയറായ ഉടൻ തന്നെ എന്നെ ഫോണിലൂടെ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു തീരുമാനമുണ്ട്. ഞങ്ങളൊക്കെ വാക്ക് കൊടുത്തു ആൾക്കാർക്ക്. കാരണം കോർപ്പറേഷൻ്റെ ബസ് ഇവിടെ ഉണ്ടല്ലോ, രാവിലെയും വൈകുന്നേരം മാത്രമെങ്കിലും മിനിമം വിടാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് അത് എല്ലാ കക്ഷി രാഷ്ട്രീയ ഭേദമന്യം എല്ലാ കൗൺസിലർമാരും ചോദിച്ചപ്പോൾ മേയർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ആ വിഷയം അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ വിഷയത്തിലെ യഥാർത്ഥ വസ്തുത പൊതുസമൂഹത്തെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ട് ഈ കരാറിൻ്റെ കോപ്പി എടുത്ത് പരിശോധിച്ചത്. അപ്പോൾ കരാർ ലംഘനമാണ് നടക്കുന്നത്.